നമുക്കൊന്ന് കോട്ടയം വരെ പോയ വിശേഷങ്ങളൊക്കെ കേൾക്കാം. ഇറങ്ങി കഴിഞ്ഞ് പകുതി ആയപ്പോഴാണ് മനസ്സിലായത് വാച്ചിൽ ചാർജ് ഇല്ലാണ്ടാണ് ഞാൻ ആ പേട്ട വാച്ച് കെട്ടിക്കൊണ്ട് വന്നത്. പിന്നെ വാച്ച് വെറുതെ ഞാൻ ഷോ കിട്ടണാറുണ്ട് വലിയ കുഴപ്പമുണ്ടായി. വാച്ച് ഉണ്ടായാലും സമയം നോക്കണം. ഞാൻ ജോസുട്ടിനോട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞത് ഇതൊക്കെ ഇരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഉള്ള ചപ്പളി വർത്താനം. അത് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സംഭാരം കുടിച്ചാൽ മാറുമെന്ന് പറഞ്ഞുകൊണ്ട് പോയി സംഭാരം കുടിച്ച് വന്ന വഴിയാണ് ഞാൻ. വീടെത്തിപ്പോയിരിക്കും ദാണ്ട കിടക്കുന്ന എന്റെ ഉള്ളിൽ നന്മ മരത്തിൽ ഉയർത്തുന്ന ഒരു സാഹചര്യം. ഏതൊരു പാവൻ ഫ്ലെക്സിനോട് ചേർത്ത് പാർക്ക് ചെയ്ത് വെച്ച സൈക്കിൾ തലങ്കുത്തി കിടക്കുന്നു. അത് ഞാനെടുത്ത് പൊക്കി ഒരു കുഞ്ഞി കല്ലെടുത്തിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടി വെച്ചെങ്കിലും അത് പിന്നെ തലങ്കുത്തി വീണു. പിന്നെ എന്റെ ഉള്ളിൽ നന്മമരം കിട്ടുപോയതുകൊണ്ട് ഞാൻ തിരിച്ചു എന്റെ പണി നോക്കി. നല്ല വിശപ്പായതുകൊണ്ട് ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പള്ളിയിലോട്ട്. ഉച്ചയ്ക്ക് ഒരു സൂപ്പും കുടിച്ച് സുഖമായിട്ട് ചൂടത്തങ്ങി. പിന്നെ ആ പള്ളിയിൽ ഒരു പുരാതനമായ മാതാവിന്റെ ഒരു രൂപമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ പള്ളിയിൽ എന്തൊരു സ്പേസ്. അവിടെ ഒട്ടുമിക്ക പള്ളിയിൽ നല്ല സ്പേസ് ഉണ്ട്. ഞാൻ കോട്ടയം അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ആളാണ്. ഇനി ഇപ്പോഴാണ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ പള്ളിയിൽ സ്പേസ് ഉണ്ടെങ്കിലും ഒരു ഉപയോഗമില്ല. വിശന്നിട്ട് കോട്ടലെത്തി. ഇപ്പൊ കാറിനുണ്ടായിരുന്ന ബീഫൊന്നും വേണ്ടാണ് ഞാൻ പോയി ഒറ്റയ്ക്കൊന്നും കഴിച്ചു. ഈ വഴി ഒട്ടുമിക്ക ഒരു വീട് ശ്രദ്ധിക്കുന്നത്. പിന്നെ കുറച്ചെന്നെ പാട്ടം വെച്ചതുപോലെ കാറിലും തുള്ളിപ്പോൾ ഒരു സമാധാനം. മാറ്റുവേക്ക് പോകുന്ന വഴിയാണ് ഈ പള്ളി. അതിന്റെ സൈഡിൽ കൂടെ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ വറ്റി വരേണ്ട ഒന്നുമില്ല. നല്ല ഭംഗിയുള്ള പള്ളിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോൾ ഈ വഴി പോയാലും ഇവിടെ കയറും. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോഴേക്ക് തേനീച്ചു കൂടി. അത് കണ്ടിട്ട് മേലാകെ എന്തൊക്കെയോ പോലെയായിരുന്നു. ബട്ട് അതിന് തേങ്ങിട്ട് കഴിഞ്ഞാൽ സന്തോഷമുള്ളൂ. മറ്റേ ഈ സ്റ്റെപ്പേൽ വെച്ചാണ് എന്റെ ബാത്തുട്ടിച്ചാൻ ആദ്യമായിട്ട് കണ്ടത്. നീ കണ്ടില്ലേ നമ്മൾ പോയ വഴിയില്ല മറ്റേ ശവപ്പെട്ടി കല്ലറയാണ് മറ്റേ മാത്തുട്ടിച്ചാന്റെ കല്ലറ. അതിന്റെ വീട്ടുപേരുണ്ടായിരുന്നു പുള്ളിയുടെ കളത്തിപ്പുറത്ത് അല്ലേ കൊമ്പനക്കാട്ട്. അത് കൊമ്പനക്കാട്ട്. അത് അവിടെ ഇഞ്ചി ഞാൻ അന്നേരം ഓർത്തത്. ഞാൻ കഷ്ടപ്പെട്ട് ആലോചിച്ച് ഓരോന്നൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും ജോസൂട്ട് പെട്ടെന്ന് എൻസൈക്ലോപീഡിയ ആവും. അതോടെ കഥയൊക്കെ പിന്നെ എനിക്ക് അത് ഇഷ്ടമായതാണ് ഞാൻ വെറുതെ ഇട്ടേക്കും. ചെറുന്ന കാലത്ത് ഇവിടെ വന്ന് നേർച്ചിട്ട് കെട്ടാൻ വേണ്ടി കെട്ടിയിട്ട് ഞങ്ങൾ വന്ന് പ്രാർത്ഥന വിളിച്ചു. ഞങ്ങൾ രണ്ടും കെട്ടി. ഞങ്ങളുടെ ഭയങ്കര പെട്ടെന്നായിരുന്നു കല്യാണം. ഒരു പ്ലാനിങ്ങിനുള്ള ഒരു സമയം ഉണ്ടായി. ഞങ്ങൾ പ്രതീക്ഷയെക്കാളും ഭംഗിയാണ് നടന്നത്. ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കാനും സമാധാനത്തോടു കൂടി ഇരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ചിന്തിക്കാതിരുന്നാൽ മതി. ചില സ്ഥലങ്ങളിൽ പോയി ഒന്നും ചിന്തിക്കേണ്ട. അതുകൊണ്ട് സമാധാനമായിട്ട് അവിടെ ഇരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കോതമംഗലത്ത് കയറി മന്തിയും കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോകുന്ന അത്രയുള്ളൂ. ബൈ.